പലരും പറയാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആ കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് എന്നുള്ളത്. കൊറോണ കാലഘട്ടം ഒരു ലോക്ക്ഡൗൺ പീരീഡ് എന്ന് നാം പറയുമ്പോൾ റേദർ ഇറ്റ് വാസ് ആൻ അൺലോക്കിംഗ് പീരീഡ് എന്ന് വിളിക്കേണ്ടി വരും. ആക്ച്വലി ഇറ്റ് അൺലോക്ക്ഡ് അവർ പൊട്ടൻഷ്യൽസ്. ഒരു കോളേജ് ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടി ടെക് ഫെസ്റ്റ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സംസ്ഥാനം ഒരു ഹാക്കത്തോൺ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകം മുഴുവൻ ബ്രെയിൻ സ്റ്റോം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയിലും എല്ലാ തുറകളിലും വന്ന മാറ്റത്തിൻ്റെ ആ വലുപ്പം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റണം. ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു വലിയ കമ്പനിയും ഒരു ചെറിയ കമ്പനിയും ഒക്കെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് വരികയും അവർക്കുള്ള സാധ്യതകളും മത്സരങ്ങളും ഒക്കെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലേക്ക് വരാനിടയായി തീർന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ആർക്കാണ് ഒരു പരിഹാരം കൊടുക്കാനായിട്ട് സാധിക്കുക? ആ ഒരു കാലഘട്ടത്തെ നല്ലവണ്ണം പഠിച്ച് അതിൽ വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവർക്ക് നല്ല സൊല്യൂഷൻസ് ലഭിക്കും.